എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്താ ഒരു വാട്ടം? അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് അത്ര പിടിക്കണില്ല കേട്ടോ. ഓളെ എന്താ ഓളുടെ ഒരു നല്ല ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കാണ് സ്വാമി. മതി. ഇപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്. മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നാ മതി. എന്താ എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്നുണ്ടങ്ങ് പറഞ്ഞാ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഒലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു? പണി പറ്റിച്ചല്ലേ? ആഹാ, ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. മണം കൊള്ളാം. ആ, ഇതാണ് ഈ കൈപ്പുണ്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. തിന്നോ? അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സെന്നറിയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോളാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ, സൂപ്പർ. 1 കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ? എന്തിനാടാ തൂറ്റില് പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനെ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കും. ഞാൻ കഴിക്കോളാം. വേണ്ട, ഞാൻ കഴിക്കോളാം. എത്ര പറഞ്ഞാലും കേൾക്കില്ല. വേണ്ടെന്ന് ഞാൻ കഴിക്കോളാന്ന്. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്. ശരി. ഇതെന്തു പേന ഇത്? ഒരു നുള്ളില് 4 എണ്ണം. നിന്റെ കൂടെ അല്ലേ പൊറുതി, നീ തന്നെ കണ്ടുപിടിച്ച് തീർക്ക്. ഓ പിന്നെ, എന്റെ തലയിൽ പേനൊന്നുമില്ല. പോടുന്നു. എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്.
സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്ന് മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? ആ വിളിക്കണ എപ്പ നോക്കിയാലും വിളിയാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങുന്നോണ്ടിരിക്കുന്നു. വേറെ വല്ല അവസരത്തിലാണെങ്കിലോ? എന്താ അവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ. അങ്ങനെ വഴിക്ക് വാ. ഞാൻ ഊഹിച്ചല്ലേ ശരി. എന്നെ ഒരുപാട് പൊട്ടനാക്കല്ലേ. ജീവൻ കിടന്ന് പരിങ്ങ കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താര് അമ്പാള, അത് വേറെ വല്ലൊരു. എടാ എന്നെ ഇവിടെ കൂട്ടറാ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരുത്തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. പോടാ അമ്പാളേ, പോടാ അവിടുന്ന് പന്നി. ഓ ദേ വരണു പണ്ടാരക്കൂട്ടം. ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട്, ചെല്ലേ പറഞ്ഞു വിട്. അത് പൊട്ടി. വെള്ളം കുറച്ച് മതി മതി മതി. അതെന്താ എപ്പോ പോവും പന്നികള്. ഭയങ്കര ചൂടല്ലേ? ആ ഒരു പാട്ട് പാടാം. എങ്ങനെ വീർത്തതടി എന്തൊരു കഷ്ടായത്. ഒന്ന് പോയി തരണ്ടോ നിങ്ങള്? ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ പോയി ഈ സ്ഥലം വൃത്തിയാക്കി പോയി കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. നീ രണ്ടെടുത്ത് അടിക്കാർക്കാ നല്ല ഉഷാറുണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം വിട്. ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് വിചാരിച്ചാലോ? പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. ഒരു ഭാഗത്ത് ഇരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിനിന്ന് വേറെ പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയല്ലേ പരിപാടി? പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുന്ന ചെല്ലടാ അല്ലടാ. ഒന്ന് നിർത്തണോ? ഒന്ന് നിർത്തി എണീറ്റ് പോവാ നിങ്ങള്. ഇത് എപ്പോ തുടങ്ങിയതാണ്? നിങ്ങൾക്ക് വേണ്ടി പാതിര അവളെ ഉറക്കൊഴിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. ആടെ രാത്രിയോട് ഉറക്കൊളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ കേറിപ്പോടാ വന്നീകത്ത്. എടാ തമ്പുരാ, മര്യാദക്ക് സംസാരിച്ചോട്ടാ, ഇല്ലെങ്കിൽ നിന്റെ പല്ലടിച്ച് നിലത്തിടും. ഒരു ദേഷ്യം കണ്ടില്ലേ? എന്തിനാ പന്നി കുറക്കണേ? എന്തിനാ? ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇവിടെ വീടെടുത്തത്. എനിക്ക് മനസ്സിലാവാത്തത് വെങ്കിടിക്കില്ലാത്ത ദണ്ണതിനെ നിനക്ക്. ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിച്ചെങ്കിൽ ഞങ്ങളുടെ പെണ്ണിനാണ്. നീ എന്തിനാ? ഞാൻ ഒന്നും ചെയ്യില്ല. ഞങ്ങള് ഓനെ ഈടെ തുടങ്ങിയ സൂക്കടാ അധികാരപ്പണി. തമ്പുരോ അതിന്റെ കയ്യിൽ വെച്ചാ മതിട്ടാ. നീ സ്ഥലം വാങ്ങിച്ച് പെരവച്ചാക്കനോട് തിരുത്താടാ ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. ഇറക്കിവിടാൻ വന്നിരിക്കുന്നു. മര്യാദക്കില്ലെങ്കിൽ നിന്നെ ഇറക്കി വിടാ. വിട്. അല്ല പിന്നെ എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് അവനൊരു മാറ്റം. മൊത്തത്തിലൊരു അധികാരഭാവവും എന്നോട് സ്നേഹമൊക്കെ ഇത്തിരി കൂടുതലാ. അതാ ഈ സംസാരത്തിനൊക്കെ കാരണം. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ കരച്ചിലും പിടിച്ചിലായിരിക്കും. പോട്ടെ.